ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025-2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു, കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു, കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു, കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു, കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു, കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
മകരം രാശി. മകരം രാശിയിൽ 3 നക്ഷത്രങ്ങളാണുള്ളത്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവാതിര എല്ലാ 4 പാദങ്ങളും മകരം രാശിയിൽ തന്നെയാണ്. അവിട്ടം 1, 2 പാദങ്ങൾ. 2025, 2026 കാലഘട്ടം മകരം രാശിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ടൈമാണ്. വളരെയധികം നല്ല സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മകരം രാശി ശനിയുടെ രാശി തന്നെയാണ്. രാശിനാഥൻ ശനി തന്നെയാകുമ്പോൾ ശനിയുടെ എഫക്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. ശനി നിങ്ങൾക്ക് രണ്ടാം അധിപതിയും 3-ാം അധിപതിയും തന്നെയാണ്. അത് കാരണം നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ഒരു 7.5 വർഷം നിങ്ങൾക്ക് 7.5 ശനി നടന്നിരുന്നതിനാൽ കുറച്ചധികം കഷ്ടതകൾ നിങ്ങൾ സഹിച്ചിരുന്നതാണ്. ഉദ്യോഗത്തിലായാലും കുടുംബത്തിലായാലും ആരോഗ്യത്തിലായാലും കുറച്ചധികം കഷ്ടതകൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ ശനി ഈ മാർച്ച് 29-ാം തീയതി നിങ്ങളുടെ 3-ാമത്തെ ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ 3-ാമത്തെ ഭാവത്തിലേക്ക് മാറുന്നതിനാൽ എന്താണ് നല്ലത് വരുന്നത്? ശനി ഏറ്റവും നല്ല പവർഫുൾ ആയിരിക്കുന്നത് 3, 6, 8 എന്നീ ഭാവങ്ങളിലാണ്. ആ ഭാവത്തിലേക്ക് വരുമ്പോൾ ശനി നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ശനി മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഉദ്യോഗത്തിൽ, പ്രഥമമായി നിങ്ങളുടെ ഉദ്യോഗത്തിൽ വളരെയധികം നല്ലൊരു മാറ്റം ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഇതുവരെ ചില കഷ്ടതകൾ നിങ്ങൾക്ക് തന്നിരിക്കാം. വളരെയധികം പ്രൊമോഷനൊക്കെ കിട്ടാതെ, ഇൻക്രിമെന്റ് കിട്ടാതെ ഇതൊക്കെ വന്നിരുന്നിരിക്കാം. ഈ സമയം നിങ്ങൾക്ക് അതൊക്കെ മുറിച്ച് മുന്നോട്ട് പോയിട്ട് ഉദ്യോഗത്തിൽ മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ മെയ് 15-ാം തീയതി ഗുരു നിങ്ങളുടെ 6-ാമത്തെ ഭാവത്തിലേക്ക് വരുന്നുണ്ട്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഋണുരോഗ സ്ഥാനമാണ്. അതായത് നിങ്ങളുടെ വളരെയധികം കടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ നോക്കുകയാണെങ്കിൽ 10-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും വീഴുകയാണ്. അപ്പോൾ 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ പിന്നെയും ഉദ്യോഗമാണ്. അപ്പോൾ ശനി നിങ്ങളുടെ ഉദ്യോഗം നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയും അങ്ങോട്ട് വീഴുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത്. മെയ് 19-ാം തീയതി രാഹു കേതുവിൻ്റെ മാറ്റവും, രാഹു 2-ാം ഭാവത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ ധനവാക്ക് സ്ഥാനമാണ് 2-ാം ഭാവം. ആ 2-ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നതിനാൽ പണം, അതായത് വരുമാനം കൂടാനുള്ള സാധ്യത വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ഉദ്യോഗത്തിൽ കൂടെ വരുമാനം കൂടുതലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃ സ്വത്തുക്കൾ നിങ്ങൾക്ക് വന്നു ചേരാം. ശനി 5-ാം ഭാവത്തിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി വരികയാണ്. നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരികയാണ്. അതുകൊണ്ട് പിതൃക്കളുടെ സ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരാം. ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ വരുമാനം കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കേതു 8-ാമത്തെ ഭാവത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതാണ്. ആയുർ സ്ഥാനത്തേക്കാണ് കേതു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അധികം ആധ്യാത്മ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധ്യത കാണുന്നു. നിങ്ങൾ ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ പഠിക്കുന്നതിനായാലും ഉദ്യോഗത്തിനായാലും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം നല്ല സമയമാണ്. നിങ്ങളുടെ രാശിനാഥനായ ശനി നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ വിദേശത്ത് പോകാനാണെങ്കിലും എന്തെങ്കിലും സ്ഥാനമാറ്റം അങ്ങോട്ട് വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ശ്രമിക്കാവുന്നതാണ്. പറഞ്ഞതുപോലെ മകരം രാശി ഈ വർഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഈ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉന്നത പൊസിഷനിൽ, ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വളരെയധികം നല്ലതായി ഭവിക്കുന്നതാണ്. ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം നല്ലൊരു കാലഘട്ടമായി മാറാൻ ഉള്ള സാധ്യത വളരെയധികം നന്നായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം സമയം ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോകളെല്ലാം നിങ്ങളെ വന്നു ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈകൾ ഞാൻ ഉടനടി തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം അനുസരിച്ച് ഫലങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ
ജനന തീയതി, സമയം, സ്ഥലം എന്നിവ വെച്ചിട്ട് കൃത്യമായ ജാതകം നോക്കി വളരെയധികം ശാസ്ത്രീയമായി നിങ്ങൾക്ക് ഫലം പറഞ്ഞു തന്ന് കൃത്യമായ ഒരു മാർഗരേഖ, ഒരു വിജയമന്ത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.